സ്കൈ ബേബിന്റെ വീഡിയോയും വിശേഷങ്ങളും കുറേ നാളെ ചോദിക്കുന്നു. അപ്പോൾ സ്കൈൻ്റെ കുട്ടി കുട്ടി ഉറുമ്പുകളും അതേപോലെ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടുള്ള കുഞ്ഞി ആക്ടിവിറ്റീസുകളും ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞിപ്പെണ്ണിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കുറേ പല്ലൊക്കെ വന്നിട്ടുണ്ട്, അണപ്പല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ അണപ്പല്ല് വന്നു. മൊത്തം 10 പല്ലുണ്ട് അല്ലേ? എത്ര ഉണ്ട്? കുറേ പല്ലുണ്ട് കേട്ടോ. അതേപോലെ കുഞ്ഞിപ്പെണ്ണ് കുറേ കാര്യങ്ങൾ പറയാനും ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് കുഞ്ഞിപ്പെണ്ണിനോട് കുറച്ചൊക്കെ വൈകുന്നേരത്തെ നമ്മുടെ വൈകുന്നേരത്തെ ആക്ടിവിറ്റീസുകൾ എന്താണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ടോ. അത് കൊണ്ടിക്കോണി അയ്യോ പഠിക്കരുത് അമ്മേനെ. ടാറ്റയല്ലേ ഇപ്പം നമുക്ക് പോയിട്ട് ചീര പറിക്കാം. അപ്പൊ കുഞ്ഞിപ്പെണ്ണിന് ഇച്ചിരി ചീരത്തോരൻ്റെ പറയുന്നത് ചീരത്തോരൻ പറിക്കുമ്പോൾ നമ്മുടെ പറമ്പിലുള്ള കുറച്ച് ഇലത്തോരങ്ങൾ പറിക്കാനാണ്. സ്റ്റൈ പാത്രം പിടിച്ചോ. അപ്പൊ ഈ ഒരു കൊട്ട സ്റ്റൈൻ ആയിക്കോട്ടെ. അത് വെയിറ്റേ ഇല്ല കേട്ടോ. വെയിറ്റ് വെച്ചിട്ട് നിങ്ങൾ തന്നെയല്ല കാണുന്നത്, കയ്യിൽ മാത്രം. കൈ ചെരുപ്പൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇറങ്ങുകയാണ്. കൈ ഓട്ടെ എന്തോ അമ്പിളിമാമൻ നോക്കുന്ന കേട്ടോ. ഇപ്പൊ അമ്പിളിമാമൻ വരാനുള്ള ടൈമല്ല. പിന്നെ ഒന്നാമത് മഴക്കാറുണ്ട്. ഇങ്ങോട്ട് വാ, അകത്തെടുത്തിട്ട് വാ. അപ്പൊ നമുക്ക് ഇങ്ങനെ കുട്ടി കുട്ടി ചീര പറപ്പിക്കാം. പൊട്ടം പിടിച്ച് വരുന്നുണ്ട്. നടന്ന് പോരട്ടെ. അരെ സോണിയ ആവോ? ചാജ പറ മമ്മിക്ക്. മെല്ലെ മെല്ലെ ഇറങ്ങി വാ. അയ്യോ അമ്മ ഫസ്റ്റ് കാണിച്ചു തരാ. കൈ എന്നിട്ട് പറിച്ചോ. ഈ കോട്ട ഇങ്ങനെ വെച്ചിട്ട് നോക്ക്. ഈ ഇല പറിക്ക്. കൈ ഈ ഇല പറിക്കണം കേട്ടോ. ഇതിന്റെ കിളി തലയല്ലേ വേണ്ടേ? ഇത് തോരൻ വെക്കുന്ന ഒരു ഇലയാണ്. നല്ല ഇലയാണ്. അത് നമുക്ക് ഇളക ഇല മാത്രം പറിച്ചെടുക്കാം. മേലുള്ളത് ഇളകയാണ്. അപ്പൊ ഇതിന് ഇത്ര ഇലയാണ് കിട്ടിയിട്ടുള്ളത്. സ്കൈനെ കൊണ്ട് ഒരെണ്ണം പറപ്പിക്കണം. സ്കൈ ഒരില പറിക്ക്. ഒരു ഇളതല പറിച്ച്. ഇലതല ഇത് പറിക്കിത്. അതല്ല ഭാവി ഇത് സ്കൈ ഞാനും കൂടിയാണ് പറയുന്നത്. ഓ വെരി ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. ഹാപ്പി? ഓക്കെ മതി. കേട്ടോ ഓക്കെ മതി. ഇതിലിട്ടോ. താങ്ക് യു സ്കൈ കേട്ടോ. വാഞ്ഞു മറന്ന് നമ്മൾ ഒന്നായി. ഓടി വാ. ദൈവമേ ഒരു വാടാ. ഒന്നിനെ കൈ പൊക്കി പിടിച്ചോണ്ട് ഓടുന്നേന്ന് ആർക്കറിയാം. കൈ സെയിം ചീര തന്നെ കേട്ടോ. അതിൻ്റെ ഇച്ചിരി വലിയ ചീരയാണിത്. യോടാ. ഇനി നമുക്ക് പറമ്പിലാട്ടോ പോണ്ടേ. എന്തോ ഒരു അനുസരണം നമുക്ക് അവിടെ നിന്നാന്ന് പറഞ്ഞ. കൈ ഇവിടെ ഒരു പൂച്ച. ഓ മൈ ഗോഡ്, യോയോന്റെ ലൈനായിരുന്നു ഇത്. നമ്മുടെ പണ്ടത്തെ പൂച്ചേന്റെ ലൈനാണ് കേട്ടോ. ഓക്കെ ചാനൽ കണ്ടവർക്കത്. യോയ ഇല്ലടി ഇവിടെ. യോയോന് സത്യം പറഞ്ഞാൽ യോയോ ഇല്ല കേട്ടോ. ആ പൂച്ച യോയോന്റെ ഫ്രണ്ടായിരുന്നു. കാക്കത്തക്കാളിന്റെ ഇല എല്ലാവർക്കും അറിയുന്ന കറി വെക്കുന്നതായിരിക്കും. കാക്കത്തക്കാളിനെ നമ്മളിവിടെ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഇടയിൽ കറി ഉണ്ടാവും കേട്ടോ. ഇല മാറിയൊന്നും പറിക്കരുത് കേട്ടോ. പിന്നെ ചൊറിയ കണ്ണാൻ്റെ ഒക്കെ ഇല ഇപ്പോൾ തോരൻ വെക്കുന്നതാണ് കുഴപ്പമില്ല. പെണ്ണിനെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റില്ല. അവൾ വേറെ എന്തെങ്കിലും ചപ്പ് കുറച്ചിട്ടല്ലോ. ഇലയൊക്കെ എന്തിയേ മോളെ? ഇലയല്ലാതെ ഇവള് കളഞ്ഞു പറമ്പില്. കുട്ടിക്കുറുമ്പി പൂച്ച എന്റെ പൂച്ച ഉണ്ടോ? എന്റെ പൂച്ച പൂച്ച പോയി. ഊച്ച എന്നൊക്കെയാ പറയുന്നത്. ഊച്ച കണ്ട തനിക്കോണം പുറത്തുനിന്നു കേട്ടോ.
കാല് ചെളിയായേ. തന്നെ നടക്ക്. ഉറപ്പായിട്ട് കാണിക്കുന്നോ ഈയോ. അത് കഴുകിയാ പോകും കുഞ്ഞു. ഫുൾ ടൈം മണ്ണി കിടന്ന് ഉരുള. പക്ഷെ കാലിൽ ഇച്ചിരി ചെളിയാവരുത്. നോക്കാനിക്ക് എനക്ക് നോക്കുന്നു. എന്തേ പറ്റി അപ്പേനെ വിളിക്കൂട്ടോ. ടാറ്റ പറ. ടാറ്റ പറ, എന്നാലും എടുക്കോളൂ. ടാറ്റ. ഐ ലവ് യു പറ. ഇങ്ങോട്ട് നോക്കിയിട്ട് ഐ ലവ് യു പറ. ഇങ്ങോട്ട് നോക്ക്. കൈ കലിപ്പിലായി വരാം. ഇനി ആരെ വിളിക്കണ്ടോ? പപ്പനെ വിളിക്കേ. മമ്മീണ്ട്, മമ്മീനെ വിളിക്കേ. കാലിലൊരിച്ചിരി ചെളിയായതിനാണ് എല്ലാരും വിളിക്കുന്നത്. പപ്പേ പപ്പേ മിന്നി. ഉച്ചീനെ വിളിക്കും. ഉച്ചി എറണാകുളത്തുനിന്ന് ഓടി വരും രക്ഷിക്കാന്. അപ്പൊ ഞാനിതാ തോരനുള്ള ചപ്പൊക്കെ പറിച്ച് കുറച്ച് കാന്താരിമുളകും കൂടെ പറിച്ചിട്ട് ഇറക്കി പോട്ടെ കേട്ടോ. സീനായി സീന്. ഇപ്പൊ ചിരിക്കും നോക്ക്. ഇച്ചിരി ചെളിയായതിന് എന്തൊക്കെ കോനാരിത്തര.